മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ തേർഡ് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഏതാണ്? റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം, അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ അല്ലേ? നമ്മൾ പഠിച്ചു എന്താണ് റീകോൺസ്റ്റിറ്റ്യൂഷൻ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചു. എന്താ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഫേമുകളുടെ പുനഃസംഘടനയാണ് അല്ലേ? അതിപ്പോൾ എങ്ങനെയാകാം? നിലവിലുള്ള പാർട്ട്ണർഷിപ്പ് വ്യവസ്ഥയ്ക്ക് എന്തെങ്കിലും വ്യത്യാസം വരികയാണെങ്കിൽ നമ്മളത് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ, അത് പുനഃസംഘടനയ്ക്ക് വിധേയമായാലേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ? ഏതൊക്കെ സാഹചര്യങ്ങളാണെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സാക്രിഫൈസിങ് റേഷ്യോ എന്നുള്ളതാണ്. എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് agreed to sacrifice their share of profits in favor of the incoming partner. അതായത് the ratio in which the old partners have agreed to sacrifice their share of profit in favor of the incoming partner എന്നുള്ളതാണ്. അതായത് നമ്മുടെ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലേക്ക് ഒരു പുതിയ പാർട്ട്ണർ കടന്നു വരുമ്പോൾ പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൽ നിന്നും ഒരു വിഹിതം ആർക്ക് നൽകുന്നു? പുതിയ പാർട്ട്ണർക്ക് നൽകുന്നു അല്ലേ? ആ നൽകുന്ന റേഷ്യോയെ അല്ലെങ്കിൽ അനുപാതത്തിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അവിടെ സാക്രിഫൈസ് ചെയ്യാണ്. ഓൾഡ് പാർട്ട്നേഴ്സ് അവിടെ പുതിയ പാർട്ട്ണർക്ക് വേണ്ടി എന്ത് ചെയ്യാണ്? സാക്രിഫൈസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ എന്ന് വെച്ചാൽ? എന്താണ്? ഒരു പുതിയ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലേക്ക്, നമ്മുടെ ആ പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തിലേക്ക് കടന്നു വരുമ്പോൾ പുതിയ പാർട്ട്ണർക്ക് പഴയ പാർട്ട്നേഴ്സ് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ ഒരു വിഹിതം, ഒരു പങ്ക് എന്ത് ചെയ്യുന്നു? നൽകുന്നു. ആ നൽകുന്ന അനുപാതത്തിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സാക്രിഫൈസിങ് റേഷ്യോ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് സാക്രിഫൈസിങ് റേഷ്യോ? ദ റേഷ്യോ ഇൻ വിച്ച് ദ ഓൾഡ് പാർട്ട്നേഴ്സ് ഹാവ് എഗ്രീഡ് ടു സാക്രിഫൈസ് ദെയർ ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇൻ ഫേവർ ഓഫ് ദി ഇൻകമിങ് പാർട്ട്ണർ ഈസ് കോൾഡ് സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഇത്രയേ ഉള്ളൂ സാക്രിഫൈസിങ് റേഷ്യോയെ പറ്റി പറയാൻ. നമുക്കിനി ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രോബ്ലം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോയെ പറ്റിയാണല്ലോ പറഞ്ഞത്. ഇനി അതിൻ്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? സാക്രിഫൈസിങ് റേഷ്യോ ഓൾഡ് പാർട്ട്നേഴ്സ് പുതിയ പാർട്ട്ണറിന് അവരുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ ഒരു ഭാഗം വീതിച്ച് നൽകുന്നതല്ലേ പറഞ്ഞത്? അതിന് ആ അനുപാതത്തിനെയാണ് നമ്മൾ എന്താ പറയുക, സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഇതാ ഇങ്ങനെ വരും. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു old ratio minus new ratio. Old ratio minus new ratio. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഏതാണ്? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ളത് ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, അപ്പം ഇത് വെച്ചാൽ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്കൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ പോവുകയാണ്. A and B are partners sharing profits in the ratio of 3:2. They admit C into partnership. The new profit sharing ratio of the three partners is agreed at 5:3:2. Calculate the sacrificing ratio. ഇത് വളരെ സിമ്പിളാണ്. ക്വസ്റ്റിനകത്ത് എല്ലാം തന്നിട്ടുണ്ട്. എ, ബി എന്ന് പറയുന്ന രണ്ട് പാർട്ട്നേഴ്സ്, അതിൽ എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്കിവിടെ തന്നിട്ടുണ്ട്. 3:2 ആണ്. അവിടേക്ക് സി എന്നൊരു പുതിയ പാർട്ട്ണർ കടന്നു വരികയും അവരുടെ 3 പേരുടെയും കൂടി പുതിയ ന്യൂ ഷെയർ നമുക്ക് തന്നിട്ടുണ്ട്. 5:3:2 ആണെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം സാക്രിഫൈസിങ് റേഷ്യോ. ഓക്കെ, ഇപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ നോക്കണം.
പാർട്ട്നേഴ്സ് ആരൊക്കെയാണ്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. 3 പാർട്ട്നേഴ്സാണ് അല്ലേ? ശരി. ഇവരുടെ എയുടെയും ബിയും എന്ന് പറയുന്നത് ഓൾഡ് പാർട്ട്നേഴ്സാണ്. ഓക്കെ, അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയായിരുന്നു? 3:2 ആണ്. അപ്പം 3:2 ആണ് അവരുടെ എയുടെയും ബിയുടെയും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എക്ക് എത്ര വരും? 3/5. താപ്പോട്ട് മാറ്റി എഴുതാം. 3/5. ബിയുടെയോ 2/5. ഓക്കെ, അവരുടെ ഓൾഡ് റേഷ്യോ ആയിരുന്നു 3:2. ഞാൻ എഴുതാം. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:2. ഓക്കെ, ഇതിലേക്ക് പുതിയൊരു പാർട്ട്ണർ വന്നു. സി എന്ന് പറയുന്നതാണ് പുതിയ പാർട്ട്ണർ. നോക്കിയേ, പുതിയ പാർട്ട്ണർ ബിസിനസ്സിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ന്യൂ റേഷ്യോ ഉണ്ടായി അല്ലേ? ന്യൂ റേഷ്യോ അവിടെ ഉണ്ടായി. നോക്കിയേ, ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് എത്രയായിരുന്നു ന്യൂ റേഷ്യോ? നമ്മുടെ ക്വസ്റ്റിനകത്തുണ്ട് 5:3:2 ആണ്. 5:3:2 ആണ്. ഓക്കെ, മനസ്സിലായോ? പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എത്രയാണ്? 5:3:2 ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ തന്നിരിക്കുന്നത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കണം. എങ്ങനെ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കും? വളരെ സിമ്പിളാണ്. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ടായിരുന്നു. സാക്രിഫൈസിങ് റേഷ്യോ is equal to old ratio minus new ratio. Old ratio minus new ratio. ഇനി സാക്രിഫൈസ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു എങ്ങനെ കണ്ടുപിടിക്കും? എയുടെ ഓൾഡ് ഷെയർ എത്രയാണ്? 3/5 മൈനസ് എയുടെ ന്യൂ ഷെയർ എത്രയാണ്? 5:3:2 ആണല്ലോ. അതിൽ 5 എന്ന് പറയുന്നത് എയുടെയാണ്. അപ്പം 5/10. 5 3 2 5 3 8 2 10. അപ്പം എയുടെ നമ്മൾ ഇങ്ങനെ എടുത്തു 5/10. കണ്ടോ? ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ഡിനോമിനേറ്റേഴ്സ് രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പം നമ്മൾ എത്രയിലേക്ക് കൊണ്ടുവരും? 10. 10ലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 5ൻ്റെ കൂടെ എത്ര ഇൻറ്റു ചെയ്യണം? ഒരേപോലെ ആക്കാൻ വേണ്ടിയാണ് 5 × 2. ഈ 2 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇവിടെ അതിൻ്റെ ആവശ്യം ഇല്ല, കാരണം ഇവിടെ 10 തന്നെയല്ലേ കിടക്കുന്നത് ഡിനോമിനേറ്റർ. അപ്പം നോക്കിയേ, 3 × 2 6. അപ്പം നമ്മുടെ ഡിനോമിനേറ്റർ ഈക്വലായി ഇവിടെ 10 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, 3 × 2 6 മൈനസ് ഇവിടെ 5. അപ്പം എത്ര വന്നു? 6 ൽ നിന്ന് 5 പോകുമ്പം 1/10. എ സാക്രിഫൈസ് ചെയ്ത് എത്രയാണെന്ന് മനസ്സിലായോ? 1/10. ഓക്കെ, ഇനി ബി എത്രയാണ് സാക്രിഫൈസ് ചെയ്ത് നോക്കാം. ബി സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു ബിയുടെ ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2/5 മൈനസ് ബിയുടെ ന്യൂ റേഷ്യോ എത്രയാണ്? അതാണ് ബിയുടെ. അപ്പോൾ എത്ര? 3/10. നമ്മൾ പറഞ്ഞു ഇവിടെ ഡിനോമിനേറ്റേഴ്സ് ഈക്വൽ അല്ല, അത് 5ഉം 10ഉം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് ഈ 10ലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി? LCM കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതാ ഇവിടെ 10 ആണ്, 10ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. നമ്മൾ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഏത് സംഖ്യയാണോ ഉപയോഗിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് വേണം ന്യൂമറേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യാൻ. ഓക്കെ,
അപ്പം നോക്കിയേ, ഇതും 10 ഡിനോമിനേറ്റർ ഈക്വലായി 10. അപ്പം 2 ഗുണം 2 4 മൈനസ് 3. ഇപ്പം എത്ര വന്നു? 1/10. ഓക്കെ, ഇനി നമുക്ക് അടുത്ത എഴുതാം. അപ്പം നമുക്ക് പുതിയ ഷെയർ കിട്ടിയല്ലോ. ഒരു എയും ബിയിലെ സാക്രിഫൈസ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇവരുടെ പുതിയ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 1:1 ആണ്. ഓക്കെ, എയുടെ സാക്രിഫൈസിങ് റേഷ്യോ 1 ആണ്, ബിയുടേതും 1 ആണ്. അപ്പം 1:1. നമുക്ക് മനസ്സിലായല്ലോ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണെന്ന് മനസ്സിലായല്ലോ. എയുടെയും ബിയുടെയും, എയും ബിയും സാക്രിഫൈസ് ചെയ്തിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പം നമ്മൾ ഇത് ഇത്രയും ചെയ്ത് വയ്ക്കുക. നമ്മുടെ പ്രോബ്ലം ഇവിടെ തീരുകയാണ്. വളരെ സിമ്പിളാണ്. പിന്നെ എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് പഴയ പാർട്ട്നേഴ്സിൻ്റെ റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട്. പുതിയ പാർട്ട്നേഴ്സിൻ്റെയും റേഷ്യോ, അതായത് ന്യൂ റേഷ്യോ നമ്മുടെ കൈവശമുണ്ട് എങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളാണ്. എന്ത് ചെയ്താൽ മതി? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ ചെയ്താൽ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ ലഭിക്കുന്നതായിരിക്കും. അപ്പം therefore സാക്രിഫൈസിങ് റേഷ്യോ ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് ഈക്വൽ ടു 1:1. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. പ്രോബ്ലം ഞാനൊന്ന് വായിക്കാം. എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2. C is admitted into partnership with a 1/8 share in the profits. The new profit sharing ratio agreed between A and B is 4:3. Calculate the sacrificing ratio. Okay? അതായത് എ ബി എന്ന് പറയുന്ന 2 പേർ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമായിരുന്നു. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആയിരുന്നു. ഓക്കെ, അതാണ് ഓൾഡ് റേഷ്യോ. ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഓക്കെ, അതിലേക്ക് സി എന്ന് പറയുന്ന പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്നു. ആ പുതിയ വ്യക്തി ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പോൾ അയാൾക്ക് 1/8 ഷെയർ ആണ് കൊടുക്കുന്നത്. എത്ര ഷെയർ ആണ് കൊടുക്കുന്നത്? 1/8 ഷെയർ. അഡ്മിഷന് ശേഷം അയാൾ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അയാൾക്ക് എത്ര ഷെയർ ആണ് കൊടുക്കുന്നത്? 1/8 ഷെയർ ആണ് കൊടുക്കുന്നത്. പിന്നീട് നമുക്ക് തന്നിട്ടുണ്ട് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എഗ്രീഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഈസ് 4:3. അതായത് നമ്മുടെ ക്വസ്റ്റിനകത്ത് നമുക്ക് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തന്നിട്ടില്ല. ഇവിടെ തന്നിരിക്കുന്നത് എയുടെയും ബിയുടെയും മാത്രമാണ്. അതായത് റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം അവർ ഈ റേഷ്യോ ആണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 4:3 എന്നുള്ളത് നമ്മുടെ 3 പാർട്ട്നേഴ്സിൻ്റെയും കൂടി ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ ന്യൂ റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എയുടെയും ബിയുടെയും ന്യൂ റേഷ്യോ നമ്മൾ കണ്ടെത്തണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്കിവിടെ ന്യൂ റേഷ്യോ തരാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മൾ ന്യൂ റേഷ്യോ കണ്ടുപിടിച്ചിട്ട് സാക്രിഫൈസിങ് റേഷ്യോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നോക്കിയേ, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ പേര് ഞാനിവിടെ എഴുതാൻ പോവുകയാണ്. എ ബി എന്ന് പറയുന്ന 2 പാർട്ട്നേഴ്സ്. അവർ ഓൾഡ് പാർട്ട്നേഴ്സാണ്. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. 3:2 ആണ്. ഓക്കെ, അപ്പോൾ സി എന്ന് പറയുന്ന പുതിയൊരു പാർട്ട്ണറെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അയാൾക്കുള്ള ഷെയർ എന്ന് പറയുന്നത് 1/8 ഷെയർ ആണ്. ഓക്കെ, 1/8 ഷെയർ ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കും? അപ്പോൾ നമുക്ക് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട്. ഓൾഡ് റേഷ്യോ ഈസ് ഈക്വൽ ടു 3:2. ന്യൂ റേഷ്യോ
നമുക്കിവിടെ തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മളത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നോക്കിയേ, സി എന്ന് പറയുന്ന പാർട്ട്ണർക്ക് ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ കൊടുത്തത് എത്ര ഷെയറാണ്? 1/8 ഷെയർ ആണെന്ന് ഇവിടെ പറയുന്നു അല്ലേ. 8ൽ 1 ഷെയറാണ് നമ്മൾ കൊടുത്തതെന്ന് പറയുന്നു. ഓക്കെ, അങ്ങനാണെങ്കിൽ ബാക്കി ഇനിയും എത്ര ഷെയറുകൾ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് റിമൈനിങ് ഷെയർ എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കണം. ആ റിമൈനിങ് ഷെയർ ആർക്ക് അവകാശപ്പെട്ടതാണ്? അതെ, എയ്ക്കും ബിക്കും അവകാശപ്പെട്ടതാണ്. അപ്പോൾ നോക്കി, നമ്മൾ ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ടത് റിമൈനിങ് ഷെയർ ആണ്. റിമൈനിങ് ഷെയർ ഈസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടുപിടിക്കും? മൊത്തം നമുക്കുണ്ടായിരുന്ന പ്രോഫിറ്റിൽ 1/8 ആണ് ആർക്ക് കൊടുത്തത്? സിക്ക് കൊടുത്തത്. അപ്പോൾ അത് നമ്മളങ്ങ് കുറച്ച് കളഞ്ഞാൽ മതി. മനസ്സിലായോ? നമുക്കുണ്ടായിരുന്ന മൊത്തം ഷെയറിൽ നിന്നും ആ പുതിയ പാർട്ട്ണർക്ക് കൊടുത്ത ഷെയർ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് കളയുക. അപ്പോൾ എത്ര വരും? 7/8. അപ്പം നമ്മൾ എങ്ങനെ ഈ 7/8 വന്നതെന്ന് മനസ്സിലായോ? 1 മൈനസ് 1/8. 1 മൈനസ് 1/8 കാണുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7/8 കിട്ടും. ഇതാണ് നമ്മളുടെ റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത്. ഈ റിമൈനിങ് ഷെയർ ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? എയ്ക്ക് അവകാശപ്പെട്ടതാണ്, ബിക്കും അവകാശപ്പെട്ടതാണ്. ഓക്കെ, ഇത് മനസ്സിലായല്ലോ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്? ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എയുടെയും ബിയുടെയും പുതിയ ഷെയർ, ന്യൂ ഷെയർ കണ്ടുപിടിക്കണം. ഇവിടെ ഞാൻ എഴുതാൻ പോവാണ്. എയ്സ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു, എയുടെ ന്യൂ ഷെയർ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? എയ്സ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു, നോക്കിയേ, ഈ വന്നിരിക്കുന്ന 7/8 എന്ന് പറയുന്നത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? റിമൈനിങ് ഷെയർ ആണ്. അതായത് നമ്മുടെ പുതിയ പാർട്ട്ണർക്ക് കൊടുത്തതിന് ശേഷമുള്ള ഷെയറാണിത്. ഇത് ആർക്കൊക്കെ അവകാശപ്പെട്ടതാണ്? ആർക്കൊക്കെയാണ്? നമ്മുടെ എയ്ക്കും ബിക്കും അവകാശപ്പെട്ടതാണ്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇൻറ്റു, അതായത് റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷം അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു. അതെത്രയായിരുന്നു? 4:3. എയുടെയും ബിയുടെയും പിന്നെ റേഷ്യോ നമുക്കിവിടെ റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷമുള്ള ഒരു റേഷ്യോ നമുക്കിവിടെ തന്നിട്ടുണ്ട്. അത് 4:3 ആണ്. ഇതിൽ വേണം നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ? എയുടെയും ബിയുടെയും ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ. അപ്പം 7/8 ഇൻറ്റു എയുടെ 4 അല്ലേ, 4/7. ഓക്കെ, എത്രയാണ് വരേണ്ടത്? 7/8 എന്ന് പറയുന്നത് റിമൈനിങ് ഷെയർ ആണ്. അതിനെ നമ്മൾ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? നമ്മൾക്ക് തന്നിരിക്കുന്ന റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷമുള്ള നമുക്കൊരു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വന്നിട്ടുണ്ട്. അതിട്ട് നമ്മൾ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കിയ ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 7 × 8 എത്ര വരും? 56. 7 × 4 28. ഓക്കെ, ഇത് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്? ശരി, ഇനി അടുത്തത്, ഇതിനെ നമുക്ക് ചെറുതാക്കി എഴുതാൻ പറ്റും. ചെറുതാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് വീണ്ടും ചെറുതാക്കി നമുക്കൊന്ന് എഴുതാതെ നമ്മൾ അടുത്തതൂടെ ചെയ്തിട്ട് വരാം. ഇനി അടുത്ത ബീസ് ന്യൂ ഷെയർ, ബിയുടെ ന്യൂ ഷെയർ, ബീസ് ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു, ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ റിമൈനിങ് ഷെയർ എന്ന് പറയുന്നത് 7/8 ആണ്. ഇൻറ്റു ഇത് റീകോൺസ്റ്റിറ്റ്യൂഷന് ശേഷമുള്ള ബിയുടെ ഷെയർ 3/7. അപ്പോൾ എത്ര വരും? 56. ഡിനോമിനേറ്റർ 7 3 21. ഓക്കെ, അപ്പം ഇത്രയും നമ്മൾ ചെയ്യുന്നു. ഇനി നമ്മൾ ഇതിനെ എന്താക്കാൻ പോവുകയാണ്? ഇതൊരു വലിയ ഫിഗറിൽ കിടക്കല്ലേ, ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എല്ലാം വലുതായി കിടക്കുകയാണ്. അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ചെറുതാക്കി കൊണ്ടുവരാം. ഇനി അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ.
നോക്കി നമുക്ക് എയുടെയും ബിയുടെയും ന്യൂ ഷെയർ കിട്ടി. നമുക്ക് കിട്ടിയ സിയുടെ ഷെയർ എന്ന് പറയുന്നത് 1/8 ആണ് കിടക്കുന്നത്. അപ്പം ഇതിലേക്ക് ഈ ഡിനോമിനേറ്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇതുപോലെ ചെറിയ ഫോമിലേക്ക് ആക്കിക്കൊണ്ട് വരാം ഈ കിട്ടിയ എയുടെയും ബിയുടെയും പുതിയ ഷെയറിനെ. അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി, ഞാനതൊന്ന് മനസ്സിലാക്കി പറഞ്ഞുതരാം. അതായത് ഈ ഡിനോമിനേറ്ററിനെയും ന്യൂമറേറ്ററിനെയും ഈക്വലായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയ സംഖ്യകൾ വല്ലതും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ചെറുതാക്കി എടുക്കാം. ഇപ്പം നമുക്ക് 4ൻ്റെ ടേബിൾ നോക്കി, 4ൻ്റെ ടേബിൾ എടുക്കുമ്പം 7 ഗുണം 4 28. അപ്പം നമുക്ക് 4 ഡിവൈഡഡ് ബൈ, ഇനി 7 കൊണ്ട് തന്നെ ഈ 56 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കണം. 7 ഗുണം 8 56. അപ്പം മനസ്സിലായോ ഇത് ചെറുതാക്കുന്നത് എങ്ങനെയാണെന്ന്? എങ്ങനെ ചെറുതാക്കി? 7ൻ്റെ ടേബിൾ നമ്മൾ എടുക്കുക. 7ൻ്റെ ടേബിളിനകത്ത് പിന്നെ 28 വരുന്നുണ്ടോ നോക്കുക. 7 ഗുണം 4 28. 7 ഗുണം 4 28. 7ൻ്റെ ടേബിളിനകത്ത് തന്നെ 56 വരുന്നുണ്ടോ നോക്കുക. 7 ഗുണം 8 56. കണ്ടോ? ഇത് അങ്ങനെ ആയപ്പോൾ നമ്മൾ ചെറിയ ഫോമിലേക്ക് ഇതിനെ മാറ്റി. ഇനി അടുത്തത് ഇതും അതേപോലെ ചെയ്യണം. നോക്കിയേ, ഇത് നമുക്ക് 7ൻ്റെ ടേബിൾ കൊണ്ട് ചെയ്യാൻ പറ്റും. 7 ഗുണം 3 21. 7 ഗുണം 8 56. കണ്ടോ? ഇതിനെ നമ്മൾ ചെറിയ ഫോമിലേക്ക് കൊണ്ടുവന്നല്ലോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ചെറിയ ഫോമിലേക്ക് കൊണ്ടുവന്നതെന്നുള്ളത്? ഈ വലിയ ഫോമിൽ കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ രൂപത്തിലെത്തത്തില്ല. ഈ സിയുടെ 1/8 എന്ന് പറയുന്ന ആ ഡിനോമിനേറ്ററിൻ്റെ രൂപത്തിലേക്ക് ഇതിനെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ല, അല്ലാതെ കിടന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്, ചെറിയ രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുവന്നത്. കണ്ടോ? അപ്പം എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 4/8 ആണ്. ബിയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് 3/8 ആണ്. Therefore A's ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 4/8. B's ന്യൂ ഷെയർ ഈസ് ഈക്വൽ ടു 3/8. Therefore new ratio between A and B is equal to new ratio of A and B വേണം മുഴുവനും എഴുതാം. new ratio of A, B and C is equal to A യുടെ എത്രയാണ്? 4:4. B യുടെ എത്രയാണ്? 3:3. C യുടെ എത്രയാണ്? 1. ഉണ്ടോ? Therefore new ratio of A, B and C is equal to 4:3:1. കണ്ടോ? നമ്മൾ ഈ റേഷ്യോയിലേക്ക് മാറ്റിയില്ലേ? ന്യൂ റേഷ്യോയിലേക്ക് നമ്മൾ അതിനെ കൊണ്ടുവന്നു. എക്ക് പുതിയ റേഷ്യോ വന്നു, ബിക്ക് പുതിയ റേഷ്യോ കിട്ടി, സിക്ക് ഉണ്ട് അല്ലേ? ഇനി ഇത് ഉപയോഗിച്ച് വേണം നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ. വളരെ സിമ്പിളാണ് സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ. സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓക്കെ, ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇനിയും എ എത്ര സാക്രിഫൈസ് ചെയ്തു, ബി എത്ര സാക്രിഫൈസ് ചെയ്തു എന്നറിയണം. ഇതാ ഇനി എഴുതാൻ പോവാണ്. എ സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു, എ എത്ര സാക്രിഫൈസ് ചെയ്തു എങ്ങനെ അറിയാൻ പറ്റും? എയുടെ ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 3:2 ആയിരുന്നല്ലോ. അപ്പം മൊത്തത്തിലുള്ള എയുടെയും ബിയുടെയും ഓൾഡ് റേഷ്യോ, എ ബിയുടെയും ഓൾഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 3:2 ആണ്. ഓക്കെ, പിന്നെ എ ബി സി 3 പേരുടെയും ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 4:3:1 ആണ് അല്ലേ? ആണല്ലോ.
അപ്പോൾ ഇതാ എയുടെ സാക്രിഫൈസ് ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. 3/5 മൈനസ് പുതിയത് എത്രയാണ്? ന്യൂ റേഷ്യോ ഒക്കെ ആയിരുന്നു 4/8. മനസ്സിലായോ? 4 3 7 1 8. ഓക്കെ, 4/8 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിനോമിനേറ്റർ ആണ്. ഇത് പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ കിടക്കുന്ന 5നെ 8 കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഗുണം 8, ഇവിടെ ഈ 8 കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെ നമ്മൾ 8 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ 8ൻ്റെ അടുത്ത് നമ്മൾ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെയും നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും. മനസ്സിലായോ? ഈ ഡിനോമിനേറ്റർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ടാണ്. 5 ഗുണം 8 40. ഓക്കെ, 5 ഗുണം 8 40. ഓക്കെ, ഡിനോമിനേറ്റർ ഈക്വലായി. 8 ഗുണം 3 24. 5 ഗുണം 4 20. അപ്പോൾ എത്രയായി? 4/40. ഓക്കെ, അപ്പോൾ നമ്മൾ എയുടെ സാക്രിഫൈസിങ് റേഷ്യോ നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 4/40. ഇതേപോലെ തന്നെ നമ്മൾ ബിയുടെ കണ്ടുപിടിക്കണം. ബീസ് സാക്രിഫൈസ് ഈസ് ഈക്വൽ ടു, ബിയുടെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/5. 2/5 മൈനസ് ബിയുടെ എത്രയാണ് ന്യൂ റേഷ്യോ? 3/8. ഉണ്ടോ? പഴയതുപോലെ തന്നെയുള്ളൂ. ഇത് ഡിഫറെൻറ്റ് ഡിനോമിനേറ്റർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു? ക്രോസ് കൊടുക്കുന്നു. 8. നമ്മൾ എന്താണോ ഡിനോമിനേറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് അതേ സംഖ്യ കൊണ്ട് വേണം ന്യൂമറേറ്ററിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാൻ. ഇവിടെ 5 ഉപയോഗിക്കുന്നു, ഇവിടെയും 5 തന്നെ. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് എത്ര കിട്ടുന്നു? ഡിനോമിനേറ്റർ 40 ആണ് കിട്ടിയത്. 40 ഔട്ട് ഓഫ് 8 ഗുണം 2. 8 ഗുണം 2 എത്ര കിട്ടുന്നത്? 16 മൈനസ് 5 ഗുണം 3 15. അപ്പം therefore ബി സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 16 നിന്ന് 15 പോയ 1/40. കണ്ടോ? ബിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കിട്ടിയല്ലോ. ഇനി അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം. ബിയുടെ സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എത്ര വരും? എയുടെയും ബിയുടെയും സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറയുന്നത് എയുടേത് 4 ആണ്, 4:, ബിയുടെ എത്രയാണ്? 1 ആണ്. Therefore sacrificing ratio of A and B is equal to 4:1. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. പക്ഷേ നിങ്ങളൊരു ശകലം ശ്രദ്ധിക്കണമെന്നുണ്ട്. ഇതിനകത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് കാണാം? സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാം. എന്നാൽ നമുക്കാണെങ്കിൽ ഓൾഡ് റേഷ്യോ തരും, പക്ഷേ ന്യൂ റേഷ്യോ തന്നിട്ടില്ല എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ പറഞ്ഞ പ്രൊസീജിയറിൽ കൂടിയൊക്കെ കടന്നു പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ. ആദ്യം നമ്മൾ ന്യൂ ഷെയർ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സാക്രിഫൈസിങ് റേഷ്യോ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഇന്ന് പഠിപ്പിച്ച ഇത്രയും ഈ രണ്ട് പ്രോബ്ലമേ ഇത് പഠിപ്പിച്ചിട്ടുള്ളൂ. ഈ 2 പ്രോബ്ലം നിങ്ങൾ നന്നായി മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.